നമസ്കാരം. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് ഫലം പ്രഖ്യാപിക്കുകയാണ്. വിദ്യാർത്ഥി ജീവിതത്തിന്റെ വഴിത്തിരിവായി കണക്കാക്കുന്നതും സ്കൂൾ ജീവിതത്തിന്റെ അവസാന ഘട്ടവുമാണ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം. നല്ല നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകി ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മയോടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികളെ എത്തിച്ച് നാടിനും സമൂഹത്തിനും ഉപയുക്തമാകുന്ന രീതിയിൽ അവരെ വാർത്തെടുക്കുക എന്നത് നമ്മുടെ കർത്തവ്യമാണ്. അതിനുള്ള പരിശ്രമം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. സാധാരണ നിലവിലുള്ള അധ്യയനം നന്നായി നടന്ന വർഷമാണ് 2023-24. ഇന്ന് ഫലം പ്രസിദ്ധീകരിക്കുന്ന കുട്ടികളുടെ ഒന്നാം വർഷ പരീക്ഷകൾ 2023 മാർച്ച് മാസം 10 മുതൽ മാർച്ച് 30 വരെ തീയതികളിലായി നടത്തുകയുണ്ടായി. തുടർന്ന് ജൂൺ മാസം 1-ന് സാധാരണ രീതിയിലുള്ള അധ്യയനം ആരംഭിച്ചു. മാർച്ച് 1 മുതൽ 26 വരെ തീയതികളിലായി രണ്ടാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ നടക്കുകയുണ്ടായി. ഹയർ സെക്കൻഡറിയിൽ കേരളത്തിനകത്തും പുറത്തുമായി 2024 സ്കൂളുകളിലായി 2017 പരീക്ഷാ കേന്ദ്രങ്ങളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 380 പരീക്ഷാ കേന്ദ്രങ്ങളുമാണ് സജ്ജമാക്കിയിരുന്നത്. റെഗുലർ കുട്ടികൾക്ക് പുറമെ ഓപ്പൺ സ്കൂൾ, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി, സ്പെഷ്യൽ സ്കൂൾ, ആർട്ട് ഹയർ സെക്കൻഡറി എന്നീ വിഭാഗങ്ങളിലെ പരീക്ഷകളും ഇതോടൊപ്പം നടത്തുകയുണ്ടായി. ഹയർ സെക്കൻഡറിക്ക് 77 മൂല്യനിർണ്ണയ ക്യാമ്പുകളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് 8 മൂല്യനിർണ്ണയ ക്യാമ്പുകളും സജ്ജീകരിച്ചിരുന്നു. ഹയർ സെക്കൻഡറിയിൽ 24,317 അധ്യാപകരും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 2,203 അധ്യാപകരും മൂല്യനിർണ്ണയത്തിൽ പങ്കെടുത്തു. ഏപ്രിൽ 3 മുതൽ 24 വരെ തീയതികളിലായി രണ്ടാം വർഷ മൂല്യനിർണ്ണയം പൂർത്തിയാക്കി. മൂല്യനിർണ്ണയത്തോടൊപ്പം ടാബ്ലേഷൻ ജോലികളും പൂർത്തിയാക്കി. ഈ വർഷത്തെ പ്രായോഗിക പരീക്ഷകൾ 2024 ജനുവരി മാസം 21 മുതൽ ഫെബ്രുവരി മാസം 14 വരെ തീയതികളിലായി നടന്നു. പരീക്ഷകൾ ഏറ്റവും വിജയകരമായി പൂർത്തീകരിക്കുവാനും പരീക്ഷാഫലം വളരെ നേരത്തെ പ്രസിദ്ധീകരിക്കുവാനും പരീക്ഷാ ബോർഡ് ചെയർമാനോടൊപ്പം പ്രവർത്തിച്ച പരീക്ഷാ സെക്രട്ടറിമാർ, RDDമാർ, ADമാർ, സിസ്റ്റം മാനേജർ, അധ്യാപകർ, മൂല്യനിർണ്ണയ ക്യാമ്പിന് നേതൃത്വം നൽകിയവർ, സാങ്കേതിക സഹായം നൽകിയ NIC അധികൃതർ, പരീക്ഷാ വിഭാഗം ജീവനക്കാർ എന്നിവരെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. പരീക്ഷയിൽ വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥികളെയും അനുമോദനം നേരുന്നു. സാങ്കേതിക കാരണങ്ങളാൽ ഏതെങ്കിലും വിഷയത്തിൽ പരാജയപ്പെട്ടു പോയ വിദ്യാർത്ഥികൾക്കും അവർക്ക് നിരാശ വേണ്ട. അവർക്ക് അടുത്ത പ്രാവശ്യം പരീക്ഷ എഴുതി പാസ്സാകാൻ കഴിയുന്നതാണ്. കൂടാതെ തന്നെ വിജയിച്ചവരിൽ ആവശ്യമെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ മാർക്ക് മെച്ചപ്പെടുത്തുന്നതിനുമായി 2024 ജൂൺ 12 മുതൽ 20 വരെ തീയതികളിലായി സേവ് എ ഇയർ ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടത്തുന്നതാണ്. വിശദമായ നോട്ടിഫിക്കേഷൻ ഇന്ന് തന്നെ പുറപ്പെടുവിക്കുന്നതാണ്. ഹയർ സെക്കൻഡറി പരീക്ഷാഫലം
2024 മാർച്ച് 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ആകെ 2024 സ്കൂളുകളിൽ നിന്ന് റെഗുലർ വിഭാഗത്തിൽ 3,74,755 പേർ പരീക്ഷ എഴുതി. ഒന്നുകൂടെ പറയണോ? 3,74,755. ഇതിൽ 2,94,888 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 2,94,888 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. വിജയശതമാനം 78.69%.